ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കൂട്ടായ പ്രവർത്തനത്തിൻ്റെ ഫലമായി ഉണ്ടായ വിജയമാണ്. രാഷ്ട്രീയത്തിന് അതീതമായി, ജാതിമതത്തിന് അതീതമായി ആ നിയോജക മണ്ഡലത്തിലെ പലരുടെയും സഹായങ്ങൾ ലഭിച്ചുകൊണ്ട്, ചിലപ്പോൾ മറ്റു രാഷ്ട്രീയ പാർട്ടിക്കാരുടെ സഹായങ്ങൾ ലഭിച്ചുകൊണ്ടുള്ള ഒരു വിജയമാണ്. ആ വിജയം ആ മണ്ഡലത്തിലെ ജനങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുകയാണ്. ഇനി മുതൽ അവരെ വിശ്വാസത്തിൽ ഏറ്റെടുത്തുകൊണ്ട് തന്നെ അവരുടെ വികസനത്തിനും മറ്റും വേണ്ടി മുമ്പോട്ട് ഇറങ്ങുന്നതാണ്. അതിന് പത്രക്കാർ എന്ന നിലയിൽ നിങ്ങളുടെ മുഴുവൻ പിന്തുണയും ആവശ്യപ്പെട്ടിട്ടുണ്ട്. എല്ലാ മണ്ഡലത്തിലെ മുഴുവൻ ജനങ്ങൾക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു. വളരെ ട്വിസ്റ്റിലാണ് പോയത്. ആ സമയത്ത് വിജയപ്രതീക്ഷ അവസാന നിമിഷം വരെ വിജയപ്രതീക്ഷ തന്നെയായിരുന്നു. വോട്ടുകൾ മാറി മറിയുമ്പോഴും വിജയിക്കുമെന്നൊരു വിശ്വാസമായിരുന്നു. അത് എൻ്റെ നേതാക്കന്മാർ എനിക്ക് തന്ന ഒരു പിന്തുണയായിരുന്നു. ഞാൻ എന്ത് പറയും വിജയിക്കും എന്നുള്ള ഉറപ്പായിരുന്നു. ആ വിശ്വാസത്തിൽ ഏർപ്പെട്ടുകൊണ്ടാണ് മുമ്പോട്ട് പോയത്. വലിയ പരാജയമാണ് LDF നേടിയത്. കാരണം UDF നേടി. ഈ പരാജയത്തെ എങ്ങനെയാണ് പാർട്ടിയുടെ ഒരു അടിത്തറക്ക് കോട്ട സംഭവിച്ചത്? ഒരിക്കലും LDFന്റെ അടിത്തറക്ക് ഒരു കോട്ടോ സംഭവിച്ചിട്ടില്ല. എവിടെയെങ്കിലും ഒരു പിഴവുണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതാക്കന്മാർ ഇരുന്നുകൊണ്ട് എവിടെയാണ് പിഴവ് വരിച്ചതെന്ന് പഠിച്ചുകൊണ്ട് ഇനി അങ്ങോട്ട് അത് മാറ്റണം എന്ന രീതിയിൽ ആ മാറ്റത്തെ ഉൾക്കൊണ്ടുകൊണ്ട് മുമ്പോട്ട് പോകാനുള്ള പ്രവർത്തനമായിട്ട് മുമ്പോട്ട് വരും. പാർട്ടി വിട്ടുപോയവർ പോലും പാർട്ടി പ്രവർത്തകരടക്കം പാർട്ടി ഒരുപാട് വോട്ട് ചോർന്ന് അവരൊക്കെ പയ്യന്നൂരിലടക്കം കണ്ടതാണ്. അതിനെങ്ങനെ നോക്കിയാലും അത്തരത്തിലൊരു പ്രവണത നല്ലതാണ് ശരിക്കും. ആ പാർട്ടി എങ്ങനെയാണ് ഇതിനെ അതിജീവിക്കുക? അതനുസരിച്ചിട്ട് ആ നിയോജക മണ്ഡലത്തിലെ ജനങ്ങളാണ് തീരുമാനിക്കേണ്ടത്. അത് ശരിക്കും പാർട്ടി എന്ന നിലയിൽ പാർട്ടി നല്ല രീതിയിൽ ഒരു പഠനം നടത്തും. ജനങ്ങളൊരു തിരിച്ചടി എങ്ങനെയാണ്? ജനങ്ങൾ തന്ന തിരിച്ചടി അല്ല ജനങ്ങൾ തിരിച്ചടിയാണെങ്കിൽ അതെന്തായാലും ഒരു ഊർജ്ജമായി മാറ്റിക്കൊണ്ട് 10 മടങ്ങ് ശക്തിയോടെ തിരിച്ചു വരും. എന്താണ് കാരണം എന്ന് ചോദിച്ചാൽ, നേരത്തെ ഇവിടെ സൂചിപ്പിച്ച പോലെ അവിടെയെല്ലാം എന്തെങ്കിലും കാരണങ്ങൾ ഉണ്ട് മനസ്സിലാവും. അവിടെ എന്തെങ്കിലും പിഴവ് പറ്റിയിട്ടെങ്കിൽ അതനുസരിച്ച് ഘടകകക്ഷികൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഉറച്ചു നിന്നുകൊണ്ട് തന്നെ ഇനി മുമ്പോട്ട് വരും. ഇല്ല, അങ്ങനെ ഒരു സർക്കാർ വിരുദ്ധ നയമായിട്ടൊന്നും കാണുന്നില്ല. കാരണം സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വികസനക്ഷേമ പ്രവർത്തനങ്ങൾ ഇത്ര നടത്തിയ ഒരു സർക്കാർ ചിലപ്പോൾ ഈ ഇന്ത്യയിൽ പോലും ഇല്ലാത്ത അവസ്ഥയാണ്. അത്രക്കും നടത്തിയിട്ടുണ്ട്. അതൊരു വിരുദ്ധമായിട്ട് കാണുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ വിശദമായി ഇതിനെ പറ്റി ഒന്ന് പഠനം നടത്തണം. ഇത് പെട്ടെന്നുള്ള ഇത് നല്ലതിന് പറയണമെങ്കിൽ പഠനം നടത്തും. അതനുസരിച്ചിട്ട് പ്രതികരിക്കാം. ഓക്കെ.